ആദ്യമൊക്കെ ചെയ്തു. JCB, ലോറി, ബസ്, കാറ്, ജീപ്പ്, ടിപ്പറൊക്കെ ചെയ്തു കൊടുത്തേന്. മഞ്ചേരി മേലാകത്ത് ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വണ്ടി ഏതുമായിക്കോട്ടെ പഞ്ചറായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഐഷാത്ത ഫുൾ ടൈം റെഡിയാണ്. 24 hours അല്ലേ? 24 hours. ഇനിയിപ്പോൾ 12 മണി വരെ, രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെ. ഐഷാത്ത 20 വർഷമായിട്ട് ഇപ്പോൾ ഈ പഞ്ചറൊട്ടിക്കലും ഈ കടയാണ് നടത്തുന്നത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകം എന്താ പറയുക, ഇതിൽ തന്നെയാണ് ജോലി കഴിഞ്ഞാൽ ഭർത്താവ് ഉണ്ട് ഇവിടെ. ഭർത്താവ് പ്രായമായിട്ടുണ്ട്, ഒരുപാട് രോഗമൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അവരെ പരിചരിക്കലും ഇവിടുത്തെ പഞ്ചർ ഒട്ടിക്കലും പിന്നെ ഈ കാര്യങ്ങളൊക്കെ നോക്കലും ഫുൾ നിയന്ത്രണം താത്തയാണ്. താത്ത ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാ ജോലി ചെയ്തിട്ടുള്ള? ഹോട്ടൽ പണി, വെട്ടലും കോറിയില്, കോറി, പിന്നെ അതേമാതിരി ഹോട്ടല്, വീട് പണി, പെട്രോൾ പമ്പ്, ഇങ്ങനെ ഉണ്ടല്ല തൊഴിലുകൾ, പെരുന്നാമ്പണി, എല്ലാ തൊഴിലുകളും എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിലാണ് ഇപ്പൊ ലാസ്റ്റ് ഘട്ടത്തില് പഞ്ചർ മേഖലയിലാണ് വന്നത്. ഏതൊക്കെ വണ്ടി പഞ്ചർ? ഇന്ന വണ്ടിന്നില്ല, എല്ലാ വണ്ടി കിട്ടുന്നതൊക്കെ കൈകാര്യം ചെയ്യും. ആരെ പഠിപ്പിച്ചത്? ഹസ്ബൻഡ്. എന്താ ജീവിതം എങ്ങനെ പോണു? ജീവിതം ഇപ്പൊ അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലാതെ. എങ്ങനെയുണ്ട് ഇത്? സ്വന്തമായിട്ട് ഇവിടെ തന്നെ താമസമൊക്കെ അല്ലേ? സ്വന്തമായിട്ട് ഇവിടെ തന്നെ താമസം, കാര്യം എല്ലാ കാര്യം. വാടകക്കാണ് ഇത്? വാടക ഒക്കെ ഉണ്ടോ? ഒരു ഇതൊക്കെ അങ്ങോട്ട് നടന്നാണ്ട് ഒപ്പിച്ച അത്രേ ഉള്ളൂ. അപ്പൊ എങ്ങനെ രണ്ടും കൂടെ നടക്കുക? താമസവും ജോലി ഒരേ സ്ഥലത്ത് തന്നെ എങ്ങനെ നടക്കുക? അത് ഞാൻ നടത്തുമല്ല. അപ്പൊ എന്താ ചെയ്യണത്? മക്കളില്ല. ആണല്ലേ? എത്ര മണിക്ക് നിങ്ങൾ ഒരു ദിവസം തുടങ്ങണത്? കട എപ്പോഴാണ്? എങ്ങനെ ഒരു ദിവസം എന്ന് പറഞ്ഞു കൊടുക്കും പ്രേക്ഷകർക്ക്. പൊതുവെ ഒരുപാട് സ്ത്രീകൾക്ക്, പ്രത്യേകിച്ചും ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ രംഗത്തുള്ളത്. കേരളത്തിൽ വേറെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ നാട്ടിൽ. പക്ഷേ ഇങ്ങനെ ഒരു താത്ത വളരെ അപൂർവമാണ് ഇങ്ങനത്തെ ഒരു ജോലി. സാഹചര്യം കൊണ്ടാണ് ഈ ജോലിയിലേക്ക് വന്നത്. അത്രയായിട്ടും ഡിഫിക്കൽട്ടാണ്. നമുക്ക് തന്നെ അറിയാം, ഒരു യാത്ര പോകുമ്പോൾ ടയർ പഞ്ചറായി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇടങ്ങാറാവുന്നത്. വന്നപ്പോൾ വളരെ കൂളായിട്ടാണ് അയക്കണു, എടുക്കുന്നു, ഒട്ടിക്കുന്നു. അതെങ്ങനെ രഹസ്യം എന്താ? ഒരു രസമല്ല, നമ്മളെ കൈപ്പടുപ്പത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കുക. നമ്മളെ കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ഓലാണ് പിരിച്ചു വിട്ടാ ഓൽക്ക് എന്നാലേ നാളെ ഓല ആ വണ്ടിക്കാരും ഇങ്ങോട്ട് വരുള്ളൂ. നമ്മള് കൈപ്പടുപ്പത്തിൽ ഇട്ട് കൊടുത്താല് പരിചയമുള്ളവർ ഇവിടെ വരും. പരിചയമില്ലാത്ത വരുമ്പോ ഒരു താത്തേന്ന് പറയുമ്പോ സ്ത്രീ പറയുമ്പോ മടങ്ങി പോണവർക്ക് ഓൽക്ക് പോകാം. കുടുംബം തന്നെ വരും. ഒരു കുടുംബം അങ്ങോട്ട് തന്നെ വരും. അപ്പൊ താത്തയായാലും കുഴപ്പമുണ്ടാവില്ല. എന്തെങ്കിലും സ്വന്തമായിട്ട് ഇതുവരെ വീടും പറമ്പൊന്നും ഇല്ലാതെ പോയത് എന്തുകൊണ്ടാ? ഇങ്ങനെ വീട് ആദ്യം വീട്ടിലേനി വീട്ടുകാരപ്പേനി. പിന്നെ മൂപ്പര് കല്യാണം കഴിച്ച് മൂപ്പരപ്പം നിൽക്കൽ തുടങ്ങിയപ്പോ പിന്നെ വീടും വരെയൊന്നും സ്വന്തമായിട്ടില്ല. കിട്ടണതൊക്കെ ഇതല്ല അങ്ങനെ എല്ലാ കമ്പനിയും. അപ്പോളോ ഉണ്ട്, സിയറ്റ് ഉണ്ട്, മെട്രോ ഉണ്ട്, MRF ഉണ്ട്, ജേക്ക ഉണ്ട്, പിന്നെ ടോളിൻസ് ഉണ്ട്. എല്ലാ കമ്പനിയും, ഇന്ന കമ്പനിന്നില്ല, എല്ലാ കമ്പനിയും. എനിക്ക് തോന്നുന്നത് ചെലവ് കൂടുതലാണ്. 18,000 റുപ്യ വാടക വേണം, കറണ്ട് ബില്ല് വേണം, വെള്ളത്തിന് വേണം. ഒരു അസിസ്റ്റന്റിനായി ഇപ്പൊ ഇങ്ങനെ അസുഖം വരാൻ തുടങ്ങിയപ്പോ ഓനുള്ള സാലറി വേണം, ഒക്കെയാണ്. ഓന്റെ റൂമിന്റെ വാടക 2,500. അപ്പൊ ബാക്കി മിച്ചൊന്നും വല്ലാണ്ടോ? ജീവിച്ചു പോണോ? ആരും മുന്നിൽ യാചിക്കണ്ടല്ലേ? അതല്ലേ സമ്പാദിക്ക് വേണ്ട. ആർക്കും നമ്മൾ സമ്പാദിച്ച് വെച്ചോ നമ്മള് പോകുമ്പോ കൊണ്ടുപോകില്ല. നമ്മളാകെ 3 തുണി ഉണ്ടാവുള്ളൂ. പക്ഷെ ആരടിയിൽ കൈയാട്ടാത്ത രീതിയിൽ കൂടെ ജീവിച്ചാലൊരു മാർഗ്ഗം എനിക്ക് പടച്ചോൻ തന്നാ മതി. കടം മുതലും വരാതെ കടന്ന് പടച്ചോൻ ചെയ്തിട്ട് മൂപ്പര് ഇതുവരെ ഒരു ഉറുപ്പ്യന്റെ കട ആർക്കും ഇല്ല. ആൾക്കാർ ടയർ ഇറക്കി തരും. ഇന്നിപ്പോ കുറച്ച് 10 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ കമ്പനിക്കാർ വന്ന് ടയർ ഇറക്കി തരും. ഞാൻ അടുത്ത ആഴ്ച വരുമ്പോ കൊടുക്കും. ആഴ്ചയിൽ വരുമ്പോ ആഴ്ചയിൽ കൊടുക്കും. MRF കൊടുക്കാനാണ്, അത് ആഴ്ചയിൽ കൊടുക്കും. TVS കൊടുക്കാനാണ്, അത് ആഴ്ചയിൽ കൊടുക്കും. എല്ലാ കമ്പനിക്കാർക്കും ആഴ്ചയിൽ. അതേമാതിരി റീസോൾട്ട് ടയറുകാരുണ്ട്, ഓൽക്കും ആഴ്ചയിൽ കൊടുക്കും. അതാണ് ഒപ്പിച്ചു പോകും ഞങ്ങൾ രണ്ടാളും. വീടന്നെ ജോലി സ്ഥലം അത്ഭുതമാണത്. 5 മണിക്ക് എണീക്കുന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യണ ഒരു ദിവസം പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കി? 5 മണിക്ക് എണീറ്റ് സുബഹിസ്കാരം കഴിഞ്ഞ് ഒരു യാസീൻ ഓതി
പിന്നെ നിസ്കരിച്ചെല്ലാം കഴിഞ്ഞ് എല്ലാ ചുറ്റുപാടും കഴിഞ്ഞിട്ട് പിന്നെ എന്ത് കാട്ടും ഒരു ഗ്ലാസ് ചായൻ്റെ ഞങ്ങൾ രണ്ടാളും ഉണ്ടാക്കി, ഞാൻ ഉണ്ടാക്കി കൊടുത്ത് ഞാനും മൂപ്പരും ഒപ്പം ഇരുന്ന് കുടിച്ച് കട ഞാൻ തുറക്കും, മൂപ്പര് അവിടെ കിടക്കും. പിന്നെ ഞാൻ കട തുറന്ന് എന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും വണ്ടിക്കാർ, താത്താ താത്താ, അല്ലെങ്കിൽ മൊബൈലിക്ക് വിളിച്ചു, താത്താ തുറക്കി അറിയാം. ഞാൻ എപ്പോൾ തുറക്കാം, ഞാൻ നിസ്കരിച്ച് കാണ്ട് 5 മിനിറ്റ് അറിയാം. ആയിക്കോട്ടെ ഞാൻ നിസ്കരിച്ച് വരികയറി. ഞാൻ നിസ്കാരം കഴിഞ്ഞ് ഞാൻ എന്ത് കാട്ടും, ചിലപ്പോൾ ഉറക്കത്തിൽ നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോയാൽ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ പിന്നെ എന്നാലും 5 മണി എന്നില്ല 5:30 ആകുമ്പോൾ അറിയും ഞാൻ. അറിയുമ്പോൾ ഞാൻ നീച്ച് നിസ്കാരം കഴിഞ്ഞ് അപ്പോൾ ഓരോ നേരം ഉണ്ടാവില്ല എന്നുള്ളൂ. എന്നാലും ചായൻ്റെ ഉണ്ടാക്കി കൊടുത്ത് ചിലപ്പം കുടിച്ചാൽ നേരം ഉണ്ടാവില്ല, വണ്ടിക്കാരിങ്ങനെ അകത്ത് കേൾക്കാനാവും. എനിക്ക് ക്യാമറയിൽ ഇവിടെ അപ്പോൾ ഏതായാലും ഹാപ്പി ആയിട്ട് പോകണം. നിങ്ങളെ ആഗ്രഹം ഒന്ന് പ്രേക്ഷകരോട് പറഞ്ഞാണേ. ഞാൻ നേരത്തെ ക്യാമറ ഇല്ലാത്തപ്പോൾ 2 ആഗ്രഹം പറഞ്ഞു, ഒന്ന് പറഞ്ഞോടക്കി. ഇനി എൻ്റെ ആഗ്രഹം ഹജ്ജ് ഉംറയും ചെയ്യണം, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ഹജ്ജ് ഉംറയും ചെയ്യണം. ഇച്ചിൻ്റെ ആവശ്യമുണ്ട്. അതേമാതിരി ഞങ്ങൾക്ക് രണ്ടാൾക്കും 2 സെൻറ്റ് സ്ഥലം തോനെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അത് ഈ മഞ്ചേരി കൊണ്ട് കിട്ടിയാൽ വളരെ 2 സെന്റില് അവിടെ കടയും താമസം സപ്പോർട്ട് ചെയ്യാനേ ചെയ്തോളിട്ടാ. അങ്ങോട്ടും കൂടെ നെയ്യത്തിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിൽ ആരിച്ച് തന്നാലും പഠിച്ച റബ്ബിന് ഞാൻ ഓർക്ക് കൊടുക്കാൻ ഞാമത്തും ബർക്കത്തും ആവശ്യം കൊടുക്കാൻ ഞാൻ പഠിച്ച റബ്ബിനോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. ഞാൻ ഈ പണി പഠിച്ച കാലത്ത് ഈ മെഷീനൊന്നുമില്ല, ഒക്കെ കഴിച്ച കൈകൊണ്ട് മേടുക, ടയർ കാറിൻ്റെ ടയർ. ഇപ്പോഴാണ് മെഷീനൊക്കെ ഇറങ്ങിയത്. ഇത് ടയർ കാറിൻ്റെ ടയർ, ഈ ടയറൊക്കെ കഴിച്ചാൽ എല്ലാം ഇതുമേൽ കഴിക്കാം. ലോറിയും ബസ്സും അല്ലാത്തൊക്കെ അത് ഇതാ നെടിഞ്ഞത് വെച്ചിട്ട് കൊടുക്കും. ഇത് കംപ്രസർ കാറ്റിൻ്റെ കാത്ത്. ഇനി എന്ത് കാട്ടിയാൽ മതി, നെക്ക് പൊട്ടണീന് ഇത് ചെയ്താൽ മതി. ഈ നെക്കിൻ്റെ ഇവിടെ ഒരു നെട്ടും വാസറും ഉണ്ടാവും ഇവിടെ, അതുകൊണ്ട് ഊരിയെടുക്കുക. എന്നിട്ട് കജ്ജുണവും ചാവിൻ്റെ തുഞ്ചം കൂടി പറിച്ചിട്ടെടുക്കുക പുഴയ്ക്ക്. എന്നിട്ടും കൊണ്ടുവന്നാൽ ട്യൂബ് പൊട്ടൂല. അതറിയും, അതൊക്കെ അറിയും. ട്യൂബ്ലെക്സ് ആക്കാം, ട്യൂബ്ലെക്സിൻ്റെ ഹോളാണത്. ഭയങ്കര ഡെഡിക്കേറ്റഡും ഹാർഡ് വർക്കിംഗ് ആണ് ഇവരെ ലൈഫ്. വീടും കടയൊക്കെ ഒന്നായിട്ട് ത്രൂ ഔട്ട് ഡേ ആൻഡ് നൈറ്റ് ഹാർഡ് വർക്കിംഗ് ആണ് ഈ പ്രായത്തിലും. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല, അത്രയും ഡിസർവിങ് ആണ്. നമ്മളൊരു പറഞ്ഞ പോലെ ഒരു 25 വർഷത്തോളമായി അവർ ഈ മേഖലയിൽ നിന്നാണ്. ഇപ്പോൾ നമുക്കൊരു സ്ത്രീകൾ ജോലി ചെയ്യുന്ന വലിയൊരു അത്ഭുതമുള്ള കാലമൊന്നുമല്ല. പക്ഷെ അവർ തുടങ്ങിയൊരു കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് മുതൽ ഇതുവരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ട്, എന്നിട്ടും ആ ഒരു വിഷമോ പ്രയാസമോ മനസ്സിലില്ലാതെ വളരെ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ബസ്സാണെങ്കിൽ 120, 150 ഒക്കെ വെക്കും. ബൈക്കിന് ബാക്ക് 40ഉം ഫ്രണ്ട് 30ഉം. ഇല്ല 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 ഇല്ല, അതൊക്കെ നല്ലോണം 1.5 കൊല്ലം ഓടാ. ഏയ് അത് വേണ്ട, അത് വേണ്ട, പൈസ വേണ്ട, അത് വേണ്ട, അത് വേണ്ട. സന്തോഷം.